2 കഷ്ണമായിട്ടാണ് എടുത്തത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അമ്മ ചില്ലിട്ടോ? ഇട്ടിരുന്നോ? ചില്ലിട്ടു മാറ. ഇനി കുക്കറിലേക്ക് വെക്കട്ടെ. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. യു ക്യാൻ ഡു ചാനലിന്റെ കുക്കിംഗ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അടുക്കള കയറിയപ്പോൾ നല്ല അടിപൊളി പനീറൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അമ്മേനോട് ചോദിക്കാം അല്ലേ? അമ്മ പറഞ്ഞോ. പനീറല്ല, ഇത് കപ്പയാണ്. കപ്പ കൊണ്ട് നമ്മള് പുട്ടുണ്ടാക്കുകയാണ്. ഇത് ഒരു 4 കഷ്ണം കപ്പ ഞാൻ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത കപ്പ, ഇത് ക്യാരറ്റും തേങ്ങയും കൂടി മിക്സ് ചെയ്തത്. 2 ക്യാരറ്റും ഒരു 2 പിടി തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ കപ്പ 3 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് 4-5 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി, 4-5 ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളത്തിൽ 4-5 പ്രാവശ്യം കഴുകി അതിനുശേഷം ഞാനത് നമ്മുടെ അരിപ്പ പാത്രം ഇല്ലേ, അരി അരിക്കുന്ന പാത്രം, അതിൽ ഊറ്റി വെച്ചതിന് ശേഷം അതിൽ നിന്ന് വെള്ളം മാക്സിമം പോയി കഴിഞ്ഞ ശേഷം വീണ്ടും ആ കപ്പ എടുത്ത് ഒരു തുണിയിൽ ചുറ്റി, ഞാനതൊന്ന് കാണിച്ചു തരാം. ഈ തുണിയിലേക്ക് അരിപ്പ പാത്രത്തിൽ നിന്ന് വാരി വെച്ച കപ്പയാണിത്. ഇത് ഈ തുണിയിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പിഴിയണം. കണ്ടോ? ഇങ്ങനെ പിഴിഞ്ഞ് ഇതിന്റെ മാക്സിമം വെള്ളം കളയണം. ഇങ്ങനെ കളഞ്ഞ ശേഷം എടുത്ത് വെച്ച കപ്പയാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് അത് നമ്മൾ സാധാരണ പുട്ടിൽ നിറയ്ക്കുന്നത് പോലെ ക്യാരറ്റ് കുറച്ച് നിറയ്ക്കുന്നു. ക്യാരറ്റ് കുറച്ച് നിറച്ചിട്ട്, അല്ല, തേങ്ങ നിറയ്ക്കുന്ന പോലെ എന്നിട്ട് ഇതിൽ കപ്പ നിറയ്ക്കുന്നു. വീണ്ടും ക്യാരറ്റും തേങ്ങയും കൂടി മിക്സ് ചെയ്തതാണ്. വീണ്ടും അതിലുപ്പിട്ടുണ്ടോ? ക്യാരറ്റിലോ? ക്യാരറ്റിലും ലേശം ഉപ്പ് ഞാനിട്ട്, ചെറിയ ഒരു പൊടി ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലും ഇട്ടു. ഇതിപ്പോൾ ഞാൻ 2 കഷ്ണമായിട്ടാണ് എടുത്തത്. 2 കഷ്ണമായിട്ടാണ് എടുത്തത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അമ്മ ചില്ലിട്ടോ? ചില്ലിട്ടു മാറ. ഇനി കുക്കറിലേക്ക് വെക്കട്ടെ. നമ്മൾ പുട്ടുകുറ്റിയിൽ നിറച്ചു. ഞാൻ കുക്കറിലാണ് സാധാരണ പുട്ടുണ്ടാക്കാറുള്ളത്. പുട്ടുകുറ്റി ഇതാണ്ട് ഈ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഇപ്പം ആവി കയറി തുടങ്ങി, ഇവിടെ വരെ എത്തി ആവി. നോക്കിക്കോളൂ, ഇപ്പം നോക്കിക്കോളൂ, ഇതിനകത്ത് ആവി കയറുന്നത് ഇവിടം വരെ എത്തി കഴിഞ്ഞു ആവി. വേഗമാവും. നമ്മുടെ കപ്പ പുട്ട് റെഡിയായി കഴിഞ്ഞു. 7 മിനിറ്റ് എടുക്കും. ഈ കുക്കറിലാണെങ്കിൽ സാധാരണ പുട്ടിന് ഒരു 3 മിനിറ്റ് കൊണ്ട് ആവി കയറും. പക്ഷെ ഇത് ആവി കയറിയെങ്കിലും നമുക്കൊരു സംശയമുള്ളതുകൊണ്ട് നമ്മൾ ഒരു 7 മിനിറ്റ് വെച്ചു. 7 മിനിറ്റ് കൊണ്ടാണ് പുട്ട് വെന്ത് വന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കപ്പ വെന്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും കണ്ടല്ലോ ഗൈസ്, നല്ല അടിപൊളിയായി സ്വാദിഷ്ടമായ ആവി പൊങ്ങുന്ന കപ്പപുട്ട്, അതും ക്യാരറ്റിന്റെ കൂടെ. പൊള്ളി സാധനമാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. കപ്പയൊക്കെ ഇപ്പൊ കിട്ടുന്ന സീസൺ അല്ലേ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നന്ദി. ഇനി സപ്പോർട്ട് ചെയ്യുക. യു ക്യാൻ ഡു. താങ്ക് യു.